സംസ്ഥാന ബജറ്റിൽ കണ്ണും നട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മലബാറിലെ പ്രധാനപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നത് ആയിരക്കണക്കിന് പേർ. അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഇത്തവണത്തെ ബജറ്റിൽ പരിഹാരമുണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. കേരളത്തിലെ 5ൽ 2 ഭാഗം ജനങ്ങൾ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നു എന്നാണ് കണക്കുകൾ. വയനാട്, മലപ്പുറം ജില്ലകളിലെ ഭൂരിഭാഗം രോഗികൾ എത്തുന്നതും ഇവിടേക്കു തന്നെ. എന്നാൽ ആവശ്യത്തിന് സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇല്ലെന്നാണ് പരാതി. PMSSY സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരില്ല. മുന്നോട്ടു പോകുന്നത് താൽക്കാലിക ജീവനക്കാരെ ആശ്രയിച്ചാണ്. പാരാമെഡിക്കൽ കോഴ്സുകൾ പ്രഖ്യാപിച്ചെങ്കിലും ആവശ്യമായ കെട്ടിടമില്ലെന്നതാണ് പ്രശ്നം. ഐസൊലേഷൻ വാർഡുകൾ എന്നത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നതാണ് പുതിയ OP ബ്ലോക്കുകളുടെ നിർമ്മാണം. ബഡ്ജറ്റിലുള്ള വാഗ്ദാനങ്ങളും നിറവേറ്റിയിരുന്നെങ്കിൽ ഇതൊക്കെ പരിഹരിക്കപ്പെടുകയായിരുന്നു. 2018 മുതലുള്ളതാണ് ഐസൊലേഷൻ വാർഡിൻ്റെ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ. അന്നുണ്ടായിരുന്ന ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും കാര്യം ഫോർവേഡ് ഇത് വരേണ്ടതാണ്. അതുണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, അത് അടിയന്തരമായി ഈ ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുത്ത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ വലിയ എന്താ പറയുക കാഷ്വാലിറ്റി ഈ മെഡിക്കൽ കോളേജിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മരുന്ന് കിട്ടാതെ മനുഷ്യൻ മരിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകും. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. അത്രയും ഭീമമായ സംഖ്യയാണ് പല കമ്പനികൾക്കും കൊടുക്കേണ്ടത്. കമ്പനികളത് നിർത്തിവെച്ചിരിക്കുന്നു. ജീവൻരക്ഷ മരുന്നുകൾ നിർത്തിവെച്ചിരിക്കുന്നു. അതോടനുബന്ധമായി ശസ്ത്രക്രിയ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ആശുപത്രിയുള്ളത്. മരുന്ന് ക്ഷാമവും രൂക്ഷമാണ്. സമരം നടത്തുന്ന വിതരണക്കാരുടെ കുടിശ്ശിക തീർക്കാൻ പണമില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ പ്രകാരം ചികിത്സ നൽകിയ വകയിൽ ലഭിക്കാനുള്ളത് 200 കോടിയോളം രൂപ. ഇത് സർക്കാരിൽ നിന്ന് ലഭിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. ഫണ്ട് വകയിരുത്തൽ ഉൾപ്പെടെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 24 കോഴിക്കോട്.